ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് തിരുസഭ മാതാവ് രക്തസാക്ഷിയായ വിശുദ്ധ ജോൺ ഡി ബ്രിട്ടോയുടെ തിരുനാൾ ആഘോഷം ഓർമ്മിക്കുകയാണ്. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് വിശുദ്ധ മർക്കോസിൻ്റെ വിശുദ്ധ സുവിശേഷം 6-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളാണ്. യേശുനാഥൻ സ്വന്തം സ്ഥലത്തെത്തി അവിടെ ആളുകളെ പഠിപ്പിക്കുകയും രോഗശാന്തി നൽകുകയൊക്കെ ചെയ്യുമ്പോൾ അവിടെയുള്ള അവൻ്റെ ജനം തന്നെ ഈശോയെ തിരസ്കരിക്കുന്നതിനെക്കുറിച്ചാണ് സുവിശേഷം നമ്മളോട് സംസാരിക്കുന്നത്. സുവിശേഷത്തിൻ്റെ അവസാന ഭാഗത്ത് നമ്മൾ കാണും അവിടെ കൂടിയിരുന്ന ജനങ്ങളുടെ വിശ്വാസരാഹിത്യം മൂലം ഈശോയ്ക്ക് കൂടുതൽ അത്ഭുതങ്ങളൊന്നും പ്രവർത്തിക്കാൻ കഴിയാതെ അവൻ മറ്റ് പട്ടണങ്ങളിലേക്ക് പോവുകയാണ്. ഈ കാലങ്ങളായി നടക്കുന്ന ഒരു യാഥാർത്ഥ്യത്തെ സുവിശേഷം നമുക്ക് മുമ്പിൽ വെളിപ്പെടുത്തുകയാണ്. നന്മ ചെയ്യുന്ന മനുഷ്യർ ഏൽക്കേണ്ടി വരുന്ന പ്രതിസന്ധികളെക്കുറിച്ചാണത്. അതായത് ഈ ലോകത്തിൽ നന്മ ചെയ്ത് ജീവിക്കുക അത്ര എളുപ്പമല്ല. നമ്മുടെ നന്മ സ്വീകരിക്കുന്ന മനുഷ്യർ പോലും നമുക്കെതിരെ തിരിയാം. അപ്പം അതിൻ്റെ കാരണം ഇവിടെ സുവിശേഷത്തിൽ പറയുന്നത് ഈശോയെ അവർക്കൊക്കെ അറിയാം. അവരുടെ വീടിനടുത്തുണ്ടായിരുന്ന ഒരു മനുഷ്യൻ. അപ്പോൾ അവൻ ഇത്രയേറെ നന്മകൾ എവിടെ നിന്നാണ്? ഇത് ഇവരെ ചിന്തിപ്പിക്കുന്നത് നേരായ രീതിയിലല്ല. അവർക്ക് ഈശോയെക്കുറിച്ച് ഓർത്തിട്ട് ഈശോ ഇത്രയും വലിയ അറിയപ്പെടുന്നൊരു വ്യക്തിയായല്ലോ എന്നതിനെക്കുറിച്ച് ഓർത്തിട്ട് അവർക്ക് അവരോട് അസൂയ ഉണ്ടാവുകയാണ്. അപ്പോൾ ആ അസൂയ നിമിത്തമാണ് അവർക്ക് ഈശോയെ സ്വീകരിക്കാൻ പറ്റാതെ വരുന്നത്. അപ്പോൾ അവരുടെ മനസ്സിൻ്റെ കുറവുകളാണത്. മറ്റു മനുഷ്യൻ അറിയപ്പെടുന്ന ഒരാളായി ആ നന്മകളൊക്കെ ചെയ്ത് മാറുമ്പോൾ അത് ഇവരെ അസൂയപ്പെടുത്തും. അപ്പോൾ ഇത് എല്ലാ കാലത്തും ഇങ്ങനെ കുറേ മനുഷ്യരുണ്ട്. പക്ഷേ യേശുനാഥൻ നന്മ ചെയ്തിട്ടും സഹനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരുന്ന മനുഷ്യരുടെ പ്രതിരൂപമായി ഒരു മാതൃകയായി മാറുന്നുണ്ട്. കാരണം അവൻ ഈ നന്മകൾ അവസാനിപ്പിക്കുന്നില്ല. നമ്മൾ എത്രത്തോളം നന്മ ചെയ്യുമോ അത്രത്തോളം തിരസ്കരണങ്ങളും എതിർപ്പുകളും നമുക്കുണ്ടാകും. പക്ഷേ അതിലൊന്നും തളരുതെന്ന് യേശുനാഥൻ നമ്മെ ഓർമ്മിപ്പിക്കണം. കാരണം സുവിശേഷത്തിന് അവസാന ഭാഗത്ത് നമ്മൾ കേൾക്കുന്നത് പോലെ അവൻ എതിർപ്പുകൾ ഉണ്ടായപ്പോൾ അവൻ മറ്റു പട്ടണങ്ങളിലേക്ക് പോവുകയാണ്. അവനെ നന്മ തുടർന്നുകൊണ്ടേയിരുന്നു. അവരെ അനുഗ്രഹിക്കുകയും അവിടുത്തെ രോഗശാന്തി നൽകുകയും അവരെ പഠിപ്പിക്കുകയും ചെയ്തുകൊണ്ട് അവൻ മുന്നോട്ട് തന്നെ പോകുകയാണ്. അപ്പോൾ എൻ്റെ നന്മകൾക്ക് എതിർപ്പുകൾ ഉണ്ടായാലും ഞാനത് അവസാനിപ്പിക്കാതെ തുടർന്നു കൊണ്ടുപോകുന്ന മനുഷ്യനായി മാറണം. ഇന്ന് നമ്മൾ തിരുനാൾ ആഘോഷിക്കുന്ന ജോൺ ഡി ബ്രിട്ടോ, അദ്ദേഹം പോർച്ചുഗലിൽ ജനിച്ച് ഇന്ത്യയിലെ മധുര മിഷനിൽ ദൈവജനത്തിന് ഈശോയ്ക്ക് വേണ്ടി ദൈവജനത്തെ ഒരുക്കാനായി വന്ന ഒരു മനുഷ്യനാണ്. ഒത്തിരിയധികം തിരസ്കരണങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചു. അദ്ദേഹത്തിൻ്റെ മിഷൻ പ്രവർത്തനങ്ങൾ കണ്ടിട്ട് അസൂയ പൂണ്ട അന്നത്തെ ഭരണാധികാരികൾ അദ്ദേഹത്തെ വീണ്ടും പോർച്ചുഗലിലേക്ക് അയക്കുന്നു. പക്ഷേ പോർച്ചുഗലിൽ അദ്ദേഹത്തെ കാത്തിരുന്നത് അദ്ദേഹത്തിൻ്റെ കളിക്കൂട്ടുകാരൻ അവിടുത്തെ രാജാവായി മാറുകയും തൻ്റെ കുമ്പസാരക്കാരനാകാൻ വിളിക്കുകയും ചെയ്തു. പക്ഷേ അതൊക്കെ ഈശോയ്ക്ക് വേണ്ടി വേണ്ട എന്ന് വെച്ചിട്ട് വീണ്ടും മധുര മിഷനിലേക്ക് വരികയും അവിടെ വെച്ച് അദ്ദേഹം രക്തസാക്ഷിയായി കൊല്ലപ്പെടുകയുമാണ്. അപ്പം ഈ തിരസ്കരണങ്ങൾ ഉണ്ടായിട്ടും അദ്ദേഹം അതിൽ മടിപ്പ് കാണിക്കുന്നില്ല. അദ്ദേഹം തുടർന്നുകൊണ്ടേയിരുന്നു ഈശോയെ പോലെ മറ്റു മനുഷ്യരെ അനുഗ്രഹിക്കും. അപ്പോൾ ജീവിതത്തിൽ അദ്ദേഹത്തിന് ഒത്തിരിയധികം സഹനങ്ങൾ ഏൽക്കേണ്ടി വന്നെങ്കിലും ഈശോയ്ക്ക് വേണ്ടി അദ്ദേഹം നിലകൊണ്ടുകൊണ്ട് ധീര രക്തസാക്ഷിയെ നമുക്ക് മാതൃകയായി മാറി. ഇപ്പോൾ ഈ സുവിശേഷ ഭാഗവും ഈ ധീര രക്തസാക്ഷിയും എന്നെ പഠിപ്പിക്കുന്നത് എത്ര എതിർപ്പുകൾ ഉണ്ടായാലും മരണം വരിക്കേണ്ടി വന്നാൽ പോലും ചെയ്യുന്ന നന്മകൾ തുടർന്നുകൊണ്ടേ പോവുക എന്നതാണ്. ഒപ്പം നന്മകൾ സ്വീകരിച്ച് നന്ദിയുള്ള മനുഷ്യരായി മാറണം. നന്മ ചെയ്യുന്ന മനുഷ്യർക്ക് തിരസ്കരണങ്ങൾ നൽകുന്ന മനുഷ്യരായി നമ്മൾ മാറരുത് എന്നുകൂടി സുവിശേഷം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ വചനം ധ്യാനിക്കുമ്പോൾ, ഈ വിശുദ്ധൻ്റെ തിരുനാൾ കൊണ്ടാടുമ്പോൾ ഇവരെ പോലെ നന്മ ചെയ്യുന്ന മനുഷ്യരെ മാറാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം.